രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് ക്ലബിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സ് വിജയകരമായി പൂർത്തിയാക്കി. ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ രംഗത്ത് ISROയ്ക്ക് മറ്റൊരു ചരിത്ര നേട്ടം കൂടി. സ്പേഡെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് സംയോജിപ്പിച്ചു. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ISROയ്ക്കായത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഡിസംബർ 30-നാണ് PSLV-C-16 ലോഞ്ച് വെഹിക്കിളിൽ 2 സ്പേഡെക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. ചേസർ ടാർഗറ്റ് പേടകങ്ങളാണ് 426 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ജനുവരി 6-ന് ഡോക്കിംഗ് നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം 9-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചു. 9-ാം തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 500 മീറ്ററിൽ നിന്ന് 225 മീറ്ററിലേക്ക് കുറച്ചുകൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം 2ാമതും നീട്ടി. ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള 3ാം ശ്രമം ആരംഭിച്ചത്. 11-ാം തീയതിയിലെ 3ാം പരിശ്രമത്തിൽ 500 മീറ്ററിൽ നിന്ന് 230 മീറ്ററിലേക്കും 105 മീറ്ററിലേക്കും 15 മീറ്ററിലേക്കും 3 മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു. ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഡോക്കിംഗ് പരീക്ഷണം വിജയത്തിലെത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.